എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല കറുമുറെ കഴിക്കാൻ പറ്റിയൊരു ചക്ക വറുത്തതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം മഴയൊക്കെ അല്ലേ, നല്ല കട്ടൻ ചായയും കാപ്പിയും ഒക്കെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടൈം പാസ് ഡിഷാണ്. അപ്പോൾ ഇതാ ചക്ക ഞാൻ ഓൾറെഡി വൃത്തിയാക്കിയിട്ട് കുരു അതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ചിതിൽ തളിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വെള്ളം ഉണ്ടാക്കില്ലേ, അതിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചക്കച്ചുളയ്ക്ക് ഒരു നല്ലൊരു കളറ് കിട്ടും, വറുത്തെടുക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കിട്ടും. മറ്റത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു ബ്രൗൺ ആയിട്ട് വരില്ലേ, അപ്പോൾ അതിനൊരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേണ്ടവർ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു ഭംഗി കിട്ടുന്നു മാത്രം. അതിന് ശേഷം എന്താ കടായിൽ നമ്മൾ വെളിച്ചെണ്ണ, ഇത് മാക്സിമം നമ്മൾ ഇങ്ങനത്തെ വറുത്തത് ചിപ്സ് കായ വറുത്തത് അങ്ങനത്തെയൊക്കെ ഉള്ള ഇതൊക്കെ നമ്മൾ അധികവും വെളിച്ചെണ്ണയിൽ ചെയ്യാൻ സൂക്ഷിക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ചൂട് നോക്കിയതിന് ശേഷം ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണയിലൊന്ന് മുങ്ങിക്കിടക്കണ രീതിയിൽ നമുക്ക് ഇതിലേക്ക് ചക്കച്ചുള വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരേ വലിപ്പത്തിലാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ചിലത് വലുത് ചിലത് ചെറുത് അങ്ങനെയാണ് വലുത്, അപ്പോൾ ഒരേപോലെ മൂത്ത് കിട്ടില്ല. അതിന് ശേഷം ഇത് ഇളക്കി കൊടുത്ത് ഒരേ പാകത്തിന് തീ കൂട്ടരുത്, തീ കൂട്ടുമ്പോൾ സൈഡൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് ക്ഷമോട് കൂടിയിട്ടൊന്ന് നന്നായി വറുത്ത് മൊരിച്ചെടുക്കുക. ഒന്ന് 1/4 ഭാഗം മൊരിഞ്ഞ് ഇതായതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കുക കേട്ടോ. ആദ്യം തന്നെ ഒഴിക്കരുത്. പിന്നെ ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, നമ്മൾ ഉപ്പുവെള്ളമൊക്കെ തളിക്കുമ്പോഴേ ഇതാ ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ഉപ്പുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒന്ന് വിട്ട് നിന്നിട്ട് ഇതാക്കണം. എന്താ വെച്ചാൽ ഉപ്പുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണ സമയത്ത് എണ്ണയിലേക്കല്ലേ ഒഴിക്കണം, അപ്പോൾ ചെറിയൊരു പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ഒഴിക്കുക. അതിന് ശേഷം പിന്നെ അത് നിന്നോളും, പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാണ്ടോ നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഇടുകൊണ്ടാണ് നമ്മുടെ ചക്കച്ചുളക്ക് കണ്ടത് നല്ലൊരു യെല്ലോയിഷ് കളർ വന്നു. ഇല്ലെങ്കിലും പ്രശ്നമില്ല, വെറും ഉപ്പ് വെള്ളം ആയാലും മതി. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇടുക. ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം പിന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ചുള ഇടണ സമയത്ത് ഇതിലേക്ക് ചക്കച്ചുള ഇടണ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് മാത്രം ഉപ്പ് വെള്ളം ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് കൂടാനും ചാൻസ് ഉണ്ട്, എന്താ വെച്ചാൽ എണ്ണയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടൈം കുറച്ച് പാകത്തിന് ഒഴിക്കാം, അതിന് ശേഷം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. അതിന് ശേഷം അങ്ങനെ മൊരിയിച്ച് എടുക്കുക, നല്ലൊരു സൗണ്ട് കേൾക്കും. അതുവരെ നമുക്ക് കൊലികിലേനുള്ള സൗണ്ട് വരുമല്ലോ, അതേപോലെ സൗണ്ട് വരണ വരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തീ കൂട്ടരുത്, വേഗം ആവണം വിചാരിച്ചിട്ട്. നല്ലൊരു സൗണ്ട് വരുന്ന സമയത്ത് എടുത്ത് കോരി വയ്ക്കുക. പിന്നെ അതൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നല്ല എയർ ടൈറ്റ് ഡബ്ബയിലാക്കിയിട്ട് സൂക്ഷിക്കാൻ. നമ്മൾ പച്ചക്കായും കൊണ്ട് ഉണ്ടാക്കില്ലേ ചിപ്സ്, പക്ഷേ നമ്മൾ നനഞ്ഞ് നുറുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കനലില്ലാത്ത ചക്കച്ചുളയാവണം കേട്ടോ, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ വേഗം തണുത്ത് പോവും കനമുള്ളതായാലേ. അതൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡബ്ബയിലാക്കിയിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം പാസ്സാണ്. വൈകുന്നേരം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങണേക്കാട്ടും ടേസ്റ്റും ഉണ്ടാവും, ഫ്രഷ് വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. ചക്കയൊക്കെ കിട്ടുന്ന കാലമല്ലേ, പച്ചച്ചക്കൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കനലില്ലാത്ത ചുളയണമെന്ന് മാത്രം. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഒരു സൗണ്ട് വന്നുവല്ലോ, അപ്പോൾ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതിലേക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടരുത് കേട്ടോ. ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്താലും നമ്മളുടെ അത് തണുത്ത് പോകും. അപ്പോൾ ഇങ്ങനെ ജാളി പോലെയുള്ള ഇതുണ്ടാവുമല്ലോ, സ്ട്രെയിനർ, അതിലേക്കാക്കിയിട്ട് അടിയിലൊരു പാത്രം വെച്ചാൽ മതി. എന്നാൽ എണ്ണ നന്നായി ഊറ്റി നന്നായിട്ട് അതിലേക്ക് താത്തിക്ക് വീഴാതെ അടിയിലൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ ഈ അരിപ്പ പാത്രം വെച്ചാൽ മതി, അതിലേക്കിടുക.
അതിന് ശേഷം അടുത്ത പ്രോസസ്സ് നെക്സ്റ്റ് ട്രിപ്പും ഇതേപോലെ എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ടിട്ട് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.